അങ്ങനെ ഷൈൻ നിഗം അഭിനയിച്ച ദൃഢം സിനിമ കണ്ടു. എടേ അടിപൊളി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ പോളിയുടെ ആക്ഷൻ ഹീറോ ബിജു ഇല്ലേ, ആ ഒരു രീതിയിലുള്ള സിനിമയായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഒരു നോർമൽ ഒരു കേസ് അന്വേഷണം എന്നുള്ള രീതിയിലൊക്കെ പോയി അത് ഇങ്ങനെ തെളിയിക്കുന്ന രീതിയിലുള്ള സിനിമയായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഈ സിനിമ കണ്ടു തുടങ്ങിയത്. അത് മാത്രമല്ല എൻ്റെ മനസ്സിൽ കിടന്ന് ഓടുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈൻ നിഗത്തിനെ ആദ്യമായിട്ടാണ് ഒരു പോലീസ് വേഷത്തിൽ കാണുന്നത്. അപ്പം പുള്ളിക്കാരനത് ചേരുമോ, അല്ലെങ്കിൽ പുള്ളിക്കാരനത് എത്ര അടിപൊളിയായിട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ മൈൻഡിൽ കിടന്ന് ഒരുപാട് ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ സിനിമ കണ്ടു തുടങ്ങി. ഒരു പുതിയൊരു പോലീസ് ഓഫീസർ ഒരു സ്റ്റേഷനിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. അവിടെ നിന്ന് കഥ തുടങ്ങുന്നതാണ്. പിന്നെ ഇവർക്ക് അതിന് ശേഷം ഒരാളുടെ കൈപ്പത്തി ഒരു പറമ്പിൽ കിടന്ന് കിട്ടുന്നതും അങ്ങനെയാണ് മെയിനായിട്ട് കഥ മുന്നോട്ട് പോകുന്നത്. പിന്നെ അത് ചെന്ന് ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു സിനിമയുടെ ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അതിങ്ങനെ കൂടി അവസാനത്തെ ഒരു 15 മിനിറ്റ് ഉണ്ട്. പക്ഷെ എൻ്റെ മോനെ തിയേറ്ററിൽ ഇരുന്ന് കാണണോ ആ സീൻ? സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ ഈ സ്ക്രീനകത്ത് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റും എന്നെനിക്കറിയത്തില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 15 മിനിറ്റ് നല്ലപോലെ എൻജോയ് ചെയ്തു. ഒന്നാമത്തെ കാര്യം, എനിക്കത് ആ ഒരു സീനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലമാണത്, അത്രേ പറയുന്നുള്ളൂ. കണ്ടു നോക്കുക. എന്തിനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫ് കിടിലമായിരുന്നു. ഫസ്റ്റ് ഹാഫ് കിടിലമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പാരലായിട്ട് ഇങ്ങനെ പോയി കഥ. അതായത് ഒരു വലിയൊരു ഹൈപ്പില്ല, പക്ഷെ ഡൗൺഫാളും ഇല്ല, ആ ഒരു രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അതായത് ആ ഒരു കഥ ഇങ്ങനെ പറഞ്ഞ് കഥയെന്നല്ല, ആ ഒരു അന്വേഷണം ഇങ്ങനെ പോയി ഇവർക്ക് പ്രത്യേകിച്ച് ലീഡും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ആ ഒരു രീതിയിൽ പോയി പടം അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഷൈനികത്തിന് കുറച്ച് ലീഡൊക്കെ കിട്ടും. അതിനുശേഷം പുള്ളിക്കാരൻ പിന്നെ വന്ന് നിന്ന് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു വൺ മാൻ ഷോ എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. പുള്ളിക്കാരനാണ് ഇതിൻ്റെ അകത്ത്, ഈ പടത്തിൻ്റെ അകത്ത്. അതായത് വേറെ ഒരു ക്യാരക്ടേഴ്സിനെയും ഒരു രീതിയിലും ഒരു സൈഡ് ക്യാരക്ടർ വന്ന് ലീഡ് കാണിക്കാനും ഒരു രീതിയിലും പുള്ളി അവസരം കൊടുക്കുന്നില്ല. പുള്ളി ഒറ്റയ്ക്ക് നിന്ന് അഭിനയിക്കുക. എന്നുവെച്ചാൽ ഷൈനികം കിടിലോട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, പടം കണ്ടുപോകുക, പൊളിയാണ് പടം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്കല്ല, ഞാൻ കറുപ്പിന് പോകാനായിട്ടുള്ള ആ ഒരു രീതിയിലായിരുന്നത്. പക്ഷേ ഈ പടം കയറി കണ്ടു. പക്ഷേ എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും പടം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കണ്ടവർ അഭിപ്രായം പറയുക, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയ്ക്ക് അത് കാണാം. ബൈ.